ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 23-ാം ഞായർ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന വചനഭാഗം ലൂക്ക 14:25 മുതൽ 33 വരെ ഒരു ഭാഷ്യം നൽകുകയാണ്. യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ജനക്കൂട്ടം യേശുവിനെ അനുയാത്ര ചെയ്യുന്നു. യാത്രാമധ്യേ തന്നെ അനുയാത്ര ചെയ്യുന്നവരോട് യേശു ശിഷ്യത്വത്തെക്കുറിച്ച് വിപ്ലവകരമായ ചില വ്യവസ്ഥകൾ വയ്ക്കുന്നു. പ്രധാനമായും 3 വ്യവസ്ഥകളാണ് ശ്രോതാക്കൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഒന്ന്, ശിഷ്യർ ശിഷ്യത്വത്തിന് പരമപ്രധാനമായ പരിഗണന നൽകണം. കുടുംബാംഗങ്ങളോടും ബന്ധുജനങ്ങളോടുമുള്ള ബന്ധത്തിന്, അതായത് സ്വന്തം ജീവിതത്തിലുള്ള താല്പര്യങ്ങൾക്ക് 2ാം സ്ഥാനം മാത്രമേ നൽകാൻ പാടുള്ളൂ. യേശുവിൻ്റെ ശിഷ്യത്വത്തിനാണ് 1ാം സ്ഥാനം കൽപ്പിക്കേണ്ടത്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പ്രഥമ സ്ഥാനം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് വെറുത്ത് എന്നാണ്. കോപമോ ശത്രുതയോ അല്ല ഇത് അർത്ഥമാക്കുന്നത്. മറിച്ച് മറ്റൊന്നിനെ അപേക്ഷിച്ച് കുറച്ച് മാത്രം സ്നേഹിക്കുക എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ശിഷ്യത്വത്തിൻ്റെ നിബന്ധനകളോട് പവിത്രമായ മനുഷ്യബന്ധങ്ങളെക്കാൾ ഒരാൾ മുൻഗണന നൽകണമെന്നാണ് വെറുത്ത് എന്ന പദം സൂചിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 32:27 മുതൽ 29 വരെ കാണാവുന്നതാണ്. ക്രിസ്തു ശിഷ്യരാകുക എന്നതിന് മുൻപിൽ മറ്റെല്ലാവരും, മാതാപിതാക്കളും ഭാര്യയും മക്കളും 2ാം സ്ഥാനത്താണ്. മറ്റു വാക്കുകളിൽ യേശുവിനോടുള്ള പ്രതിബദ്ധതയെക്കാളും അവിടുത്തെ ശിഷ്യനാകുന്നതിനേക്കാളും ഉയർന്ന കടമ മറ്റൊന്നിനോടും ക്രിസ്തു അനുയായികൾക്കുണ്ടാകാൻ പാടില്ല. സ്വർഗരാജ്യത്തിനു വേണ്ടിയുള്ള പരമമായ ആത്മസമർപ്പണം കുടുംബ ബന്ധങ്ങളെ 2ാം സ്ഥാനത്തേക്ക് തള്ളും. സ്വജീവനെ തന്നെയും വെറുക്കണമെന്ന് ലൂക്കായിലെ യേശു ആവശ്യപ്പെടുമ്പോൾ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒരു വിപ്ലവാത്മക സ്വഭാവം കൈവരുകയാണ്. യേശുവിന് വേണ്ടി സ്വജീവൻ നൽകാൻ വരെ ശിഷ്യർ തയ്യാറാകണം. വിട്ടുവീഴ്ചകൾക്കൊന്നിനും ക്രിസ്തു ശിഷ്യൻ തയ്യാറായിക്കൂടാ. 2ാമത്തെ നിബന്ധന സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്നതാണ്. കുരിശെടുക്കുക എന്ന ഈ പ്രസ്താവ്യം ലൂക്ക 9:23 വാക്കുകളുടെ ഒരു പതിപ്പാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ശിഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന അപമാനകരമായ ആത്മപരിത്യാഗത്തിന്റെ പ്രതീകമാണ് കുരിശ്. 1ാമത്തെ നിബന്ധനയിലെ സ്വജീവനെ തന്നെയും വെറുത്ത് എന്ന പ്രയോഗത്തെ വ്യാഖ്യാനിച്ചുറപ്പിക്കുകയാണ് ഈ 2ാമത്തെ വ്യവസ്ഥയിലെ കുരിശ് എന്ന പദം. കൂടാതെ ഈ വചനം ജെറൂസലേമിൽ യേശുവിനെ കാത്തിരിക്കുന്ന തിരസ്കരണത്തെയും സഹനത്തെയും ഉണർത്തിക്കുന്നു. കാരണം യേശു ജെറൂസലേമിലേക്കുള്ള യാത്രയിലാണ്. അവിടെ യേശുവിന് അനുഭവിക്കേണ്ടി വരുന്ന അതേ വിധി അനുഭവിക്കുവാൻ തയ്യാറല്ലാത്ത ആർക്കും തന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ലെന്ന് യേശു ജനക്കൂട്ടത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. യേശുവിൻ്റെ അതേ വിധി തന്നെ ശിഷ്യർക്കും ഉണ്ടാകും. അത് സ്വീകരിക്കുവാൻ അവർ തയ്യാറായേ മതിയാകൂ. കാരണം യേശുവിനെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥം യേശു സ്വയം കുരിശിൽ നൽകാൻ തയ്യാറായതുപോലെ സ്വന്തം ജീവൻ ത്യജിക്കാൻ ശിഷ്യൻ തയ്യാറാവുക എന്നതാണ്. ശിഷ്യത്വത്തിന്റെ 3ാമത്തെ വ്യവസ്ഥ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ ശിഷ്യൻ സന്നദ്ധനാകണമെന്നാണ്. യേശുവിനെ അനുഗമിക്കുക എന്നത് ഗൗരവമായ ഒരു കാര്യമാണ്.
ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ശിഷ്യനാകുക എന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമാണ്. അതിനാൽ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ ശിഷ്യത്വത്തിൻ്റെ വിവിധ രംഗങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പഠിക്കുകയും ശരിയായ തീരുമാനത്തിലെത്തുകയും വേണം. ഇക്കാര്യമാണ് ശിഷ്യത്വത്തെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ വ്യവസ്ഥയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്ന 2 ഉപമകളിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. വിവേകമുള്ള ഒരു വ്യക്തി ഒരു പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് കണ്ടാൽ അത് ആരംഭിക്കുകയില്ല. അതായത് ഒരു ഗോപുരം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഒരു മനുഷ്യൻ അതിന് അടിസ്ഥാനമിടുകയില്ല. എതിർ സൈന്യത്തെ ചെറുക്കാൻ മതിയായ സൈനികർ ഇല്ലെങ്കിൽ ഒരു രാജാവ് യുദ്ധത്തിന് പുറപ്പെടുകയില്ല. അതേ മാതൃകയിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം ദൈവം രക്ഷാകര പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കൂടാതെ ജെറുസലേമിൽ കാത്തിരിക്കുന്ന ത്യാഗത്തെയും സഹനത്തെയും അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ യേശു അവിടേക്ക് തൻ്റെ ദൃഷ്ടി കേന്ദ്രം പതിപ്പിച്ചിട്ടില്ല. അപ്രകാരം യേശുവിനെ അനുഗമിക്കുവാൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ ആരും ശിഷ്യരാകാൻ മുന്നോട്ടു പോകരുത്. ശിഷ്യത്വം ആഗ്രഹിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല യേശുവിൻ്റെ വചനങ്ങൾ. മറിച്ച് ശിഷ്യത്വം ജീവിതത്തിലെ സുപ്രധാന തിരഞ്ഞെടുപ്പായതിനാൽ അതേക്കുറിച്ച് പക്വമായ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതാണ് യേശുവിൻ്റെ വിപ്ലവാത്മകമായ ഈ വാക്കുകൾ. തൻ്റെ പക്കലുള്ള ഭൗതിക വിഭവങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വിഭവങ്ങൾ കണ്ടെത്താൻ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നവർ തയ്യാറാകണം. പ്രിയമുള്ളവരെ, യേശുവിനെ അനുഗമിക്കുവാനുള്ള തീരുമാനം ഏറ്റവും പ്രധാനമായതാണ്. എല്ലാ മനുഷ്യബന്ധങ്ങളും 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരു തീരുമാനമാണത്. യേശുവിനെ അനുഗമിക്കുക എന്ന മാർഗത്തിൽ മറ്റൊന്നും തടസ്സമാകാൻ പാടില്ല. ഈ യാത്രയിൽ ഒരു പക്ഷേ കുടുംബവും തൻ്റെ ജീവനും സമ്പത്തും എല്ലാം ശിഷ്യൻ ഉപേക്ഷിച്ചേ മതിയാകൂ. എല്ലാം ഉപേക്ഷിക്കുമ്പോൾ ശിഷ്യന്റെ ഭാരങ്ങൾ ഇല്ലാതാകുന്നു. പാതയിൽ സുഗമമായി യാത്ര ചെയ്യാൻ ശിഷ്യന് സാധിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. ശരിയായ ആലോചനയുടെ ഫലമായിരിക്കണം ഈ തീരുമാനം. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന വിപ്ലവകരമായ തെരഞ്ഞെടുപ്പാണിത്. ഞാൻ ആരായി തീരണം എന്ന ചിന്തയുടെ അനന്തര ഫലമാണ് ക്രിസ്തു ശിഷ്യത്വം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.